ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സീരിയലുകളിലെ ലേഡി സൂപ്പർ സ്റ്റാർ, അത് നമ്മുടെ റബേക്ക. കണ്ടിട്ട് കുറെ നാളായല്ലോ. അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ? ഈ വണ്ടിയെ കുറിച്ചാണ് റബേക്കയും ഞാനും സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇതിപ്പോ വണ്ടി എടുത്തിട്ട് എത്ര ആളായി? 1 വീക്ക് ആവുന്നു. 1 വീക്ക് ആവുന്നു. എവിടെയൊക്കെ കറങ്ങാൻ പോയി? അയ്യോ, സത്യം പറഞ്ഞാൽ കറങ്ങാനൊന്നും പോയില്ല. വണ്ടി കിട്ടി, 2-3 വട്ടം തൃശ്ശൂര് അങ്ങനെയൊക്കെ കറങ്ങി നേരെ ട്രിവാൻഡ്രത്തിന് പോന്നു. സത്യം പറഞ്ഞ ട്രിവാൻഡ്രത്തേക്കായിരുന്നു എന്റെ ലോങ് ഡ്രൈവ്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ തൊട്ട് പോന്നിട്ട് എന്താ വെച്ചാൽ, ഒന്നാമത്തെ ഇലക്ട്രിക് കാറാണ്. അപ്പോ നമുക്ക് ബേസിക്കലി ആദ്യം നോക്കണമായിരുന്നു എത്ര റേഞ്ച് വരെ നമുക്ക് കിട്ടും എന്നുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോർട്ട് മോഡൊക്കെ വണ്ടി കിട്ടിയ സമയത്ത് എന്റെ റീല് കണ്ടിട്ടുണ്ടാവും. ആ റീലില് ഞാൻ നമ്മുടെ കുതിരാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട് കുതിരാനൊക്കെ പോയ സമയത്ത് സ്പോർട്ട് മോഡൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. 4 മോഡ്സ് ഉണ്ട് വണ്ടിക്കകത്ത്. അപ്പൊ അതൊക്കെ ഇട്ട് മാറ്റി മാറ്റി തിരിച്ചൊക്കെ ഇട്ട് നോക്കി. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാനത് ആക്കിയില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മുടെ അടുത്ത റോഡും ആ സമയത്ത് ഞാനൊരു ഉച്ച സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രാഫിക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പോസിബിൾ അല്ല ഈ റേസ് മോഡ് ഇട്ടിട്ട് വണ്ടി ഓടിച്ചു നോക്കാം. ഞാനൊരു വലിയ സംഭവം അല്ലേ. അല്ല, EV കാർസിനെ EV കാർ പോലെ തന്നെ ഓടിക്കണം. നമ്മൾ പെട്രോൾ ഡീസൽ കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാതെ അതിനൊരു റീജിയൻ ഒക്കെ നമ്മൾ കണക്കാക്കി വെച്ച് ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായി കിട്ടും. ഇത് ഓടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പ്രാക്ടീസോ അല്ല ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ? ലോഞ്ച് ആവുന്നതിന്റെ ഫസ്റ്റ് ഡേ ഞാൻ ഈ സാധനങ്ങളെല്ലാം കണ്ടു. അന്ന് മുഴുവൻ യൂട്യൂബിന്റെ അകത്തായിരുന്നു. ഞാൻ ഇരുന്ന് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം ഞാൻ മഹേന്ദ്രയുടെ ഷോറൂമിൽ വിളിക്കാം. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടും. ഞങ്ങൾക്ക് ആ വണ്ടിയെ കുറിച്ച് ഒരു പിടുത്തല്ല. അതെന്തത് അവർ എന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞു, ഇന്നലെ ലോഞ്ചായ വണ്ടിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഞാനിവിടുന്ന് എല്ലാം പഠിച്ചു വെച്ചേക്കുക. അപ്പൊ B6 കുറിച്ചാണ് ഞാൻ ചോദിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാനും ഉണ്ട്, ഞങ്ങളുടെ സീരിയലിൽ ആനന്ദേനുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡിസ്കഷൻ. പുള്ളി 9E കുറിച്ച് ഡിസ്കസ് ചെയ്യും, ഞാൻ 6E കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഭയങ്കരം തന്നെ. ആർക്കും ഇതിനെ കുറിച്ച് റേറ്റിന്റെ കാര്യം അവർക്കറിയില്ല, ഏതൊക്കെ സെഗ്മെന്റ്സ് വരുന്നുണ്ട് എന്നറിയില്ല. എന്താ പറയാ, ബേസിക് റേറ്റ് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ബാക്കി ഹയർ വേരിയന്റിന് എത്ര റേറ്റ് വരുമ്പോ ഒരു കാര്യം അവർക്കറിയില്ല. ഞാൻ പറഞ്ഞു ശരിയെന്ന്. പൊന്നുപോലെ കൊണ്ടു നടക്കണേന്നല്ലോ പറഞ്ഞത്. അതെ, തീർച്ചയായും വേണല്ലോ. ഇത് സാധാരണ കാറല്ല. എന്റെ കയ്യിലൊന്നും മയപ്പെട്ട് വരട്ടെ കക്ഷി. ഒതുങ്ങി കിട്ടണം. അതെ, ഒതുങ്ങി കിട്ടട്ടെ. എന്നിട്ടാണ് ഇവനെ കൊണ്ടൊരു ലോങ് പോവാൻ. ഇന്ത്യ മൊത്തം കറങ്ങും ഇവനായിട്ട്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. പിന്നെ ഈ ആദ്യം ഓടിച്ചോണ്ടിരുന്ന കിയ എന്ന് പറഞ്ഞില്ല, അതും ഈ വണ്ടിയും കൂടെ ഓടിച്ചു കഴിഞ്ഞപ്പം ഓഫ് കോഴ്സ് ആന അംബാനി അതിന് ഞാൻ കുറച്ച് കാണത്തൊന്നുമില്ല. അതിനെ പല സ്ഥലത്ത് രക്ഷിച്ചിട്ടുള്ള വണ്ടിയാ. അതുകൊണ്ട് അതിന് ഞാൻ കുറച്ചൊന്നും കാണില്ല. അത് എപ്പോഴും നല്ല വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ഓഫ് കോഴ്സ് നല്ല വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കാര്യം പവർ കാര്യങ്ങള്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനാണ്. പക്ഷെ ഭയങ്കര പവറാണ് വണ്ടിക്ക്. ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? റബേക്ക ശരിക്കും ഭയങ്കര റൈഡിംഗ് മൂഡുള്ള ഒരാളാണ്. റൈഡിംഗ് മോഡ് എന്ന് വെച്ചാണെങ്കിൽ പൊളിച്ചടക്കി പോണം, അതൊക്കെ ഉണ്ട്. ഓവർടേക്ക് എനിക്ക് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു ഭ്രാന്ത. എനിക്ക് ഫ്രണ്ടിൽ പോണം, എന്റെ ഫ്രണ്ടിൽ വണ്ടി വരാൻ പാടില്ല. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാൻ ഈ ഡീസൽ അടിക്കാനൊക്കെ അമ്മ എപ്പോഴും പറയും. കാരണം ഞാൻ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിന്റെ ഇടയ്ക്ക് എങ്ങാനും ഡീസൽ അടിക്കാൻ കയറി കഴിഞ്ഞാൽ ഞാൻ ഓവർടേക്ക് ചെയ്ത വണ്ടികളൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്ത് പോലോ എന്നാണ് എന്റെ സങ്കടം. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ബേസിക്കലി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ വണ്ടി ഇറക്കി ഫസ്റ്റ് തന്നെ ഞാൻ കുതിരാൻ പോയിണ്ടായിരുന്നു. കുതിരാൻ പോയപ്പോ തന്നെ ആർക്കും മനസ്സിലാവുള്ളൂ ഇത് ഏതാ വണ്ടി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇച്ചിരി വണ്ടി ഭ്രാന്ത് ഉണ്ടായിരുന്നോണ്ട് നമ്മൾ ഇത് നോക്കി പഠിച്ചെല്ലാം വെച്ചപ്പോ നമുക്ക് ഈ BE എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മഹേന്ദ്രയുടെ BE ആണെന്നുള്ളത്. പക്ഷെ വേറെ ആർക്കും ഇത് മനസ്സിലാവില്ല. BE എന്ന് മാത്രല്ലേ ഇവിടെ ഉള്ളൂ. മഹേന്ദ്രയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോഗോ ചേഞ്ച് ചെയ്തു. ലോഗോ ഈ ഭാഗത്തൊന്നുമില്ല, ബാക്കിലാണ് ഒരു ചെറിയ ലോഗോ അവർ കൊണ്ടുവച്ചേക്കുന്നത്. ബാക്കിയെല്ലാം BE എന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ഇത് ഏതാ വണ്ടി BE. പിന്നെ ഇങ്ങനെ നോക്കുമ്പോ എന്തോ ഒരു വലിയ സാധനം. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ അറുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? ഇല്ല, ഈ വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് ഈ ആൾക്കാർ നോക്കിന്ന് പറഞ്ഞല്ലോ, നിർത്തിയിട്ട സമയത്ത് സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിർത്തിയിട്ട സമയം നിർത്തിയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ
അത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എന്നാ എനിക്കത് ഓർമ്മയില്ല. ഈ പൂജിക്കണമെന്നും പറഞ്ഞുള്ള ഒരു അതൊക്കെ ഇതുണ്ടല്ലോ. ഉണ്ടായിരുന്നു. അതൊക്കെ പിറ്റേ ദിവസം തന്നെ പോയി വെഞ്ചരിച്ചു ആ. ഒക്കെ ചെയ്തു. എല്ലാം ചെയ്തു. എല്ലാം ചെയ്തിട്ടാണ് ബാക്കി ഓടിയത്. ബാക്കി ഓടിയത് അത് യെസ്. ആ കാര്യങ്ങളിലൊക്കെ പിന്നെ അതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. കാരണം അല്ലേ ചുമ്മാ പറയണല്ല, ഈ പറഞ്ഞ പോലെ ഈ വണ്ടി എന്ന് പറയുമ്പോ എല്ലാവരും കണ്ടു കഴിയുമ്പോ ചുമ്മയാണെങ്കിലും നോക്കൂലോ ഇതേതാ വണ്ടി, അപ്പൊ നമുക്ക് തന്നെ ഒരു ടെൻഷൻ ആവില്ല. അയ്യോ അയ്യേ